ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ, അവൾ എന്താന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യട്ടെ. കണ്ടിന്യൂ. ഇന്നത്തോടെ ഇവളങ്ങ് വിശ്വസുന്ദരി ആവാൻ പോവല്ലേ? നമുക്കൊന്ന് നോക്കാം കൃഷ്ണ. ഒരു മിനിറ്റേ. അവളുടെ ഒരു ഫോട്ടോഷൂട്ട് കാണിച്ചു കൊടുക്കാം ഞാൻ. ഫോട്ടോഗ്രാഫർമാര് നിർദ്ദേശം തരും. അതൊന്നും ആദ്യം കേൾക്കുന്ന പോലെ ബിഹേവ് ചെയ്യരുത്. നവീന് മാത്രമല്ല, അവർക്ക് എല്ലാവർക്കും സംശയം തോന്നും. ഗാഥാ മാഡം ഇതൊക്കെ ഈസി ആയിട്ടാ ചെയ്യുന്നത്. സിനിച്ചേച്ചി, എന്റെ കാര്യം അവളോട് പറയണ്ട. പിന്നെ മുട്ടു വരച്ചിട്ട് അവക്ക് അനങ്ങാൻ പറ്റില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ, അതുപോലെ നടന്നു നോക്കി. ഞാൻ അവിടെ ചെല്ലുമ്പോ ചെയ്തോളാം. നീ എന്താ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അറിയണ്ടേ? പറയുന്ന അനുസരിക്കൂ. എന്തൊരു ഭംഗി! വെറുതെ അല്ലടി നീയൊക്കെ കുട്ടനാട്ടിലെ തോട്ടുവെള്ളത്തിൽ കിടക്കുന്നത്. അവള് ഫോട്ടോഷൂട്ടിന് നടന്നു വന്നത് കണ്ടില്ലേ? മമ്മി, ഇവളെപ്പോലുള്ളവര് ആ വാക്ക് പോലും നേരെ ചൊവ്വ കേട്ടിട്ടുണ്ടാവില്ല. ഗാഥാ മാഡം, കൃഷ്ണ ഒരുവിധം ഓക്കെയാണ്. ഇത് ഓക്കെയാണല്ലേ? സിനിച്ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? അവിടെ ഫോട്ടോഷൂട്ടിന് ആളുകൾ വരുന്നതേ ഗാഥാ ശ്രീനിവാസൻ നടക്കുന്നതും ഇരിക്കുന്നതും പോസ് ചെയ്യുന്നതും കാണാനാ. എനിക്ക് കാണിച്ചു തന്നാ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. ഹാ, വേണ്ട വേണ്ട, തനിച്ചങ്ങോട്ട് നടന്നാ മതി. അതിനുള്ള ക്യാഷ് വാങ്ങിക്കുന്നുണ്ടല്ലോ. ഗാഥ, അവൾ എന്താന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യട്ടെ. കണ്ടിന്യൂ. ഇന്നത്തോടെ ഇവളങ്ങ് വിശ്വസുന്ദരി ആവാൻ പോവല്ലേ? നമുക്കൊന്ന് നോക്കാം കൃഷ്ണ. ഒരു മിനിറ്റേ. അയ്യോ, കാത് വിട്. തൊഴാനല്ലേ പറഞ്ഞേ? ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ എവിടെയാ നിന്റെ മനസ്സ്? എന്റെ അമ്മ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്ക. അതിനേക്കാളും വലുതല്ലേ എനിക്കൊന്നും. ഓരോരോ കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ മുന്നിൽ നിന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, ഇനി ഇത് കാണിക്കാൻ പറ്റില്ല. സിനി, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ഗാഥ മുളിങ്ങി വന്നേ. വാ. കൃഷ്ണ, ശ്രദ്ധിച്ചാൽ ഇതൊക്കെ കൃഷ്ണയെ കൊണ്ട് നന്നായിട്ട് നടക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ചേച്ചി, അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിൽ കരുതിയാ മതി. പിന്നെ നീ എന്തും ചെയ്യും.
ഗാഥാമേടം കൃത്യസമയത്താണല്ലോ. സമയം പാലിക്കുന്നത് തെറ്റാണോ മാണിക്കുഞ്ഞെ? ഏയ് ഒരിക്കലുമല്ല. സമയത്തിന്റെ വില കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് നവീൻ സാറ്. അപ്പോ നവീൻ സാറിന്റെ കൂടെ ജീവിക്കുന്ന ഒരാള് അത് പാലിക്കുന്നു എന്നറിയുന്നത് ഒരു വലിയ സന്തോഷം തരുന്ന കാര്യമല്ലേ? എടോ മതിയടോ മാണിക്കുഞ്ഞെ. ഓ ഗാഥ വരും. ജെറി, പ്ലീസ് കം. ജെറി, ഇതാണ് ഗാഥ. ഹലോ ഗാഥ, ഇത് നമ്മുടെ സിറ്റിയിലെ ഏറ്റവും ലീഡിംഗ് ഫോട്ടോഗ്രാഫറാ. തൊട്ടടുത്തൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആള്. എന്ന് പറഞ്ഞാലേ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ജെറിയുടെ സേവനം കിട്ടില്ല. ആ പേടിക്കണ്ട മാണിക്കുഞ്ഞെ, തന്റെ കല്യാണത്തിന് ഞാൻ എന്തായാലും എത്തിയിരിക്കും. ഓ അതിന് എന്റെ വിവാഹമൊക്കെ എന്ന് നടക്കാനാ? മാണിക്കുഞ്ഞെ, അമ്മയുമായി സംസാരിച്ചിട്ട് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചേരാം. ഗാഥമേടം പറഞ്ഞ പിന്നെ അതില് എനിക്ക് യാതൊരു സംശയമില്ല. മാണിക്കുഞ്ഞിന് ഗാഥാ മാഡത്തെ കുറിച്ച് വലിയ അഭിപ്രായമാണെന്ന് തോന്നുന്നു. പിന്നല്ലാതെ ഗാഥാമാടത്തിന്റെ ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നേ. സാറേ, ഞങ്ങൾ റെഡിയാണ് കേട്ടോ. നിങ്ങൾ ഒരുങ്ങാനുള്ള ഏർപ്പാട് ചെയ്തു. ശരി, ഓക്കെ. ദേ, ആ കാണുന്ന റൂമിലാണ് ഡ്രസ് ചേഞ്ച് ചെയ്യാനായി ഗാഥ വരുന്നത്. ഓക്കെ മാഡം. ആ സമയത്ത് ആരും കാണാതെ നിങ്ങൾ അവളെ പിടികൂടണം. ഒരു ശബ്ദം പോലും ആരും കേൾക്കാൻ പാടില്ല. ഓക്കെ മാഡം. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കായലിലോ കടലിലോ കൊണ്ടുപോയി മുക്കി താഴ്ത്തിക്കോണം. ശരി, ഒരാളും അറിയാതെ ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളാം. ഏതാ ഞങ്ങൾ കൊണ്ടുപോകേണ്ട പെൺകുട്ടി? ആ വരൂ, കാണിച്ചു. വാടാ.